ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. കുറേ നാളായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. സൺഡേ ഫ്രീ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇൻസ്റ്റാ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത്. ആദ്യം തന്നെ ഞാൻ നോക്കിയത് ഇത് ബാംഗ്ലൂർ എവിടെയായിട്ടാണ് വരുന്നതെന്നാണ്. ഇത് ഫൺ വേൾഡിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഓപ്പോസിറ്റ് ടു ടി വി ടവർ, JC നഗർ. ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു 14 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ വന്നിട്ടുള്ളത് അക്വേറിയം പാരഡൈസിലേക്കാണ്. ഇത് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ സിംഗപ്പൂർ പോയപ്പോൾ SEA അക്വേറിയത്തിൽ പോയിട്ടുള്ളതാണ്. എന്നാലും ബാംഗ്ലൂർ ഈ ഇട്ടാവട്ടത്ത് ഇങ്ങനെ ഒരു അക്വേറിയം ഉണ്ടാകുമ്പോൾ അത് കാണാനൊരു പൂതി. റീൽസിൽ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ നേരിട്ട് പോയി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓപ്പൺ ആയിട്ട് അധികം ആയിട്ടുമില്ല, സമ്മർ വെക്കേഷനും ആണ്. അതും പോരാഞ്ഞിട്ട് സൺഡേ ആണ് പോണത്. നല്ല തിരക്കുണ്ടായിരുന്നു. പൊതുവേ എനിക്ക് ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം ഒട്ടും ഇഷ്ടമല്ല. ഇത് പിന്നെ സൺഡേ അല്ലാതെ വേറൊരു ദിവസം അത്ര ഫ്രീ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് വന്നതാണ്. ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ഗൂഗിളിൽ കാണിച്ചൊരു നമ്പറിൽ വിളിച്ചൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. എത്ര മണി വരെ ഓപ്പൺ ആയിട്ടുണ്ടാവും, ടിക്കറ്റ് റേറ്റ് എത്രയാണെന്നൊക്കെ അറിയാനായിട്ടാണ് വിളിച്ചത്. ഞങ്ങളിവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അഡൽട്സിന് ₹299, കിഡ്സിന് ₹249 രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഓപ്പൺ ആണ് എല്ലാ ദിവസവും. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. തിരക്കിൽ കുറേ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ടൈം കളയാതെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം.
അക്വേറിയം പാരഡൈസിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ. ഈ ഒരു സ്പോട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല തിരക്കുള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് പിക്സ് എടുക്കാനോ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യാനോ പറ്റില്ല എന്നൊഴിച്ച് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോണത് ജെല്ലി ഫിഷാണ്. ജെല്ലി ഫിഷിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. മേലെന്ന് കണ്ട ഫോട്ടോജനിക് സ്പോട്ടിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ അത്. ഇവിടുത്തെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയും കുറേ മീനുകൾ കാണാൻ പറ്റും. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. വീക്ക് ഡേയ്സ് വന്ന് എത്ര തന്നെ തിരക്കുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ലാസ്റ്റ് നമ്മൾ ഇനി പോണത് ടണലിലേക്കാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ടണൽ അക്വേറിയം ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി നോക്കാം. അങ്ങനെ അക്വേറിയം പാരഡൈസ് മൊത്തത്തിൽ ഞങ്ങൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഫുഡ് കഴിക്കാനും ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീമും എയറേറ്റഡ് ഡ്രിങ്ക്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കഴിച്ചു. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും കൂട്ടം കൂടിയത് ശ്രദ്ധിച്ചത്. നോക്കി നോക്കുമ്പോൾ മെർമെയ്ഡ്സിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് 3 ആൾക്കാരെ കണ്ടു. അപ്പോൾ പിന്നെ അതും കുറച്ചു നേരം കണ്ടിരുന്നു. ഒരു 10-15 മിനിറ്റും കൂടെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. റീൽസിൽ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഇത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് കൊടുത്ത കാശിന് വേർത്തിട്ടായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ വെക്കേഷൻ ടൈം കൂടെ ആണല്ലോ, അധികം എക്സ്പെൻസീവ് അല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അക്വേറിയം പാരഡൈസ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.